ഗുരുവായൂർ അമ്പലനടയിൽ 2024 മലയാളത്തിൽ വന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാണത്. മിക്സഡ് റിവ്യൂകളോടുകൂടി കോടികളാണ് ആ ചിത്രം തിയേറ്ററിൽ നിന്നും വാരിയത്. പക്ഷേ OTT പ്രേക്ഷകരുടെ അഭിപ്രായം തികച്ചും വ്യത്യസ്തമായിരുന്നു. തിയേറ്ററിൽ ഹിറ്റാവുകയും OTTയിൽ എയറിലാവുകയും ചെയ്യുന്നത് മലയാളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഒരു ട്രെൻഡാണ്. ഈ സിനിമയിലെ ചില യഥാർത്ഥ സംഭവങ്ങളുടെ റെഫറൻസുകളെക്കുറിച്ചും സിനിമാ റെഫറൻസുകളെക്കുറിച്ചുമാണ് നാം ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ബൈക്ക് ആക്സിഡന്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു അപകടത്തിനും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു ട്രാൻസ്ഫോമറിന്റെ വേലിക്കകത്തേക്ക് ബൈക്ക് തെറിച്ചു വീണ് കിടക്കുന്നതായി കാണാം. കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമായിരുന്നു അത്. ആ ഒരു സംഭവത്തെയാണ് സിനിമയിലും കാണിക്കുന്നത്. ട്രാൻസ്ഫോമറിലേക്ക് ഇടി കയറിയ കേസിൽ ബൈക്കുകൾ ഓടിച്ച 3 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കട്ടപ്പനയിൽ നടന്ന ഈ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളും ട്രാൻസ്ഫോമറിനകത്തുള്ള ബൈക്കുമെല്ലാം തന്നെ വളരെ വൈറലായിരുന്നു. ആ ഒരു സംഭവത്തെയാണ് സിനിമയിലും സൂചിപ്പിക്കുന്നത്. പൃഥ്വിരാജ് അവതരിപ്പിച്ച ആനന്ദേട്ടൻ എന്ന കഥാപാത്രം നാട്ടിലേക്ക് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു രംഗമുണ്ട്. ആ സമയത്ത് ജഗദീഷിന്റെ കഥാപാത്രം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവന് വല്ല ഫ്ലൈറ്റിലും വന്ന പോരായിരുന്നു. അതിന് ഫ്ലൈറ്റിൽ അടിയുണ്ടാക്കിയതിന് അവനെ ബാൻ ചെയ്തിരിക്കുകയല്ലേ. കേരളത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഫ്ലൈറ്റിൽ അടിയുണ്ടാക്കിയതിനെ തുടർന്ന് ഇൻഡിഗോ വിമാന കമ്പനി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. EP ജയരാജന് ഇൻഡിഗോ 3 ആഴ്ചത്തെ വിമാനയാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഫ്ലൈറ്റിനകത്ത് പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചു താഴെയിടുന്ന EP ജയരാജന്റെ ദൃശ്യവും വൈറലായിരുന്നു. പിന്നീട് വിമാനത്തിൽ പോകാൻ കഴിയാത്ത അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തതും ഒരു വാർത്തയായി മാറിയിരുന്നു. ഇൻഡിഗോ വിമാനത്തിൽ യാത്ര പോകേണ്ടതായിരുന്നു EP ജയരാജൻ. ഈ വിലക്ക് വന്നതോടെ അദ്ദേഹം ആ ടിക്കറ്റ് റദ്ദാക്കി ട്രെയിനിൽ ഇപ്പോൾ കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഡയലോഗിലൂടെ ഈ സംഭവങ്ങളെല്ലാം തന്നെയാണ് സിനിമയിലും സൂചിപ്പിക്കുന്നത്. സിനിമയിൽ ബേസിൽ ചെയ്ത വിനു എന്ന കഥാപാത്രത്തിന്റെ അമ്മ ഒരു പത്രം വായിക്കുന്ന രംഗമുണ്ട്. പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ പന്തലില് കൂട്ട തല്ലുണ്ടായെന്ന് കല്യാണച്ചക്കന് അളിയന്റേന്ന് പൊതിര തല്ലിട്ടിയത്ര. ആ ഒരു വാർത്തയും കേരളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഹരിപ്പാട് മുട്ടത്ത് കല്യാണ സദ്യക്കിടെ കൂട്ടയടി. ഓഡിറ്റോറിയത്തിലെ കസേരകൾ തല്ലിപ്പൊട്ടിച്ചു. രണ്ടാമത് പപ്പടം ചോദിച്ചത് ചൊല്ലിയായിരുന്നു ഈ തർക്കമുണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. ആ ഒരു പപ്പട കേസിനെ കുറിച്ചായിരുന്നു സിനിമയിലും സൂചിപ്പിച്ചത്. സിനിമയിൽ സിജു സണ്ണി ചെയ്ത കഥാപാത്രമായിരുന്നു ഷംസുദ്ദീൻ. വളരെ സീരിയസ് ആയി ബേസിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ അതിന് പിന്നിൽ നിന്നുകൊണ്ട് ഷംസുദ്ദീൻ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ആനന്ദേട്ടൻ രണ്ടും കൽപ്പിച്ചോ? നീ ടെൻഷൻ അടിക്കാതിരി, കൂടെ ഞാനില്ലേ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയ സംഭവമായിരുന്നു ഇത്തരം ക്രീമുകളും അത് വിൽക്കുന്ന ആൾക്കാരും. ഇത്തരം ക്രീമുകൾ ഉപയോഗിച്ചാൽ കിഡ്നി അടിച്ചു പോകുമെന്നും പരലോകത്തേക്ക് പറക്കാമെന്നുള്ള വാർത്തകൾ വന്നപ്പോഴും ഈ വീഡിയോകൾ വൈറലായിരുന്നു. സിനിമയിൽ യോഗി ബാബു അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു ശരവണൻ. ശരവണന്റെ ഇൻട്രോയിലും ഷംസുദ്ദീന്റെ ഒരു ഡയലോഗുണ്ട്. തമിഴ് നടൻ വിജയുടെ റെഫറൻസ് ആയിരുന്നു അത്. ഈ അടുത്ത കാലത്തെല്ലാം അദ്ദേഹം നടത്തുന്ന എല്ലാ പ്രസംഗങ്ങളും ആരംഭിക്കുന്നത് ആ ഒരു വാക്കിലായിരുന്നു. അതിനെയാണ് സിനിമയിലും സൂചിപ്പിക്കുന്നത്. ഈ സിനിമയിൽ മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ആയ പല സിനിമയിലെ ഡയലോഗുകളും അവയുടെ റെഫറൻസുകളെ കുറിച്ചുമെല്ലാം പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 2013 ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ദൃശ്യം. ദൃശ്യത്തിലെ ഡയലോഗുകൾ സിനിമയിൽ പലയിടത്തായി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. പൃഥ്വിരാജും ബേസിലും തമ്മിലുള്ള ഫോൺ രംഗത്തിൽ ദൃശ്യത്തിലെ ക്ലൈമാക്സിലെ മുഴുവൻ ഡയലോഗുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വെറും ഒരു സാധാരണക്കാരൻ. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നു. സിനിമയുടെ മറ്റൊരു ഭാഗത്തും പൃഥ്വിരാജിന്റെ കഥാപാത്രം ദൃശ്യത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. ആ രഹസ്യം ഇനി ഈ ഭൂമിയിൽ മറ്റൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം ഈ മണ്ണിൽ അലിഞ്ഞില്ലാതാകട്ടെ. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. 2020 സിദ്ദിഖ് എഴുതി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു ബിഗ് ബ്രദർ. ഇരുട്ടത്ത് കണ്ണ് കാണുന്ന ഒരു അമാനുഷിക കഥാപാത്രത്തെയാണ് മോഹൻലാൽ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ ആ സിനിമ ഏറ്റുവാങ്ങിയിരുന്നു. അതിൽപ്പെട്ട ഒരു രംഗമായിരുന്നു ഇത്. എന്റെ ഏട്ടൻ എന്തൊരു സുന്ദരന്, എങ്ങനെ തോന്നിയവർക്ക് ഇത്രയും കാലം ഏട്ടനെ പിടിച്ചു. ഈ ഒരു സിനിമാ രംഗത്തെ സൂചിപ്പിക്കും വിധമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയിലെ ഈ ഒരു രംഗം. എന്റെ ആനന്ദേട്ടൻ എന്തൊരു സുന്ദരനാ. ആ സിനിമയിൽ ഏറെ പ്രശംസ നേടിയൊരു കഥാപാത്രമായിരുന്നു ജോമോൻ ജ്യോതിർ അവതരിപ്പിച്ച ഡോക്ടർ ജോർജ് എന്ന കഥാപാത്രം. ഒരു രംഗത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് സിനിമാ റെഫറൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2018 ശങ്കർ രജനികാന്ത് ബ്രഹ്മാണ്ഡ ചിത്രം 2.0 അക്ഷയ് കുമാർ അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു പക്ഷിരാജൻ.
ആ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് സിനിമയിൽ ഡോക്ടർ ജോർജ് ഉപയോഗിക്കുന്നത്. ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലെ ദുൽഖർ സൽമാന്റെ ഒരു ഡയലോഗും ആ കഥാപാത്രം അപ്പോൾ പറയുന്നുണ്ട്. അമ്മച്ചിയുടെ പിറകെയല്ല മുന്നേ ഓടാനാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് തന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാൻ ഇഷ്ടം. 2015 മിഥുൻ മാനുവൽ തോമസ് ചിത്രമാണ് ആട്. ആ സിനിമയിൽ ഷാജി ഏട്ടനും അറക്കൽ അബുവും തമ്മിലുള്ള ഒരു രംഗമുണ്ട്. സോറി, അതൊന്നും ഇവിടെ പറ്റില്ല. ഷാജി ഏട്ടാ, ഇവിടെ ആ ഒരു രംഗത്തെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ഈ സിനിമയിലെ ഈ ഒരു രംഗവും. സിനിമയിൽ ഒരിടത്ത് പൃഥ്വിരാജ് തന്നെ തന്റെ സിനിമയായ ആടുജീവിതത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഗൾഫിലെത്തുമ്പോൾ അറബികൾ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പൃഥ്വിരാജും പറയുന്നത്. ഈ ഒരു ഡയലോഗായിരുന്നു ആടുജീവിതത്തെ കുറിച്ച് പറയാൻ വേണ്ടി പൃഥ്വിരാജ് ഉപയോഗിച്ചത്. സിനിമയിൽ ഒരിടത്ത് ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാറുഖ് ഖാന്റെ ഒരു റെഫറൻസ് ഉണ്ട്. ബേസിൽ ചെയ്ത കഥാപാത്രം ഷാറുഖ് ഖാന്റെ ഒരു ഐക്കോണിക് പോസ് കാണിക്കുന്നുണ്ട്. നിവിൻ പോളി ചിത്രം പ്രേമം സിനിമയുടെ റെഫറൻസ് ഈ സിനിമയിലുമുണ്ട്. സിനിമയുടെ പേര് തന്നെ പറയുകയാണ് ചെയ്യുന്നത്. പ്രേമം അതൊരു സിനിമ പേരല്ലേ? നന്ദനം സിനിമയുടെ വേൾഡിൽ തന്നെയാണ് ഈ സിനിമയും സംഭവിക്കുന്നത്. ആ സിനിമയിൽ അരവിന്ദ് ആകാശ് അവതരിപ്പിച്ച ഉണ്ണികൃഷ്ണൻ കഥാപാത്രം തന്നെയാണ് ഈ സിനിമയിലുമുള്ളത്. രണ്ട് സിനിമയിലും അവസാനം ദൈവത്തിന്റെ ഇടപെടലുമുണ്ട്. നന്ദനം സിനിമയിലെ പ്രശസ്തമായ ചില ഡയലോഗുകളും ഈ സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ആരെയെങ്കിലും ഗുരുവായൂർ നടയിൽ വെച്ച് കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ആരെങ്കിലും കല്യാണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? രണ്ട് സിനിമയുടെയും ക്ലൈമാക്സ് ഡയലോഗ് ഒരുപോലെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനേ കണ്ടുള്ളൂ. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് താൽ തട്ടിപ്പറിക്കുന്ന പല രംഗങ്ങളുമുണ്ട്. 1991 സിദ്ദിഖ് ലാൽ ചിത്രം ഗോഡ് ഫാദറിന്റെ ക്ലൈമാക്സുമായി ആ രംഗങ്ങൾക്ക് ഏറെ സാമ്യമുണ്ട്. 1992 ജഗദീഷ്, രേഖ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഗൃഹപ്രവേശം. ഗുരുവായൂർ അമ്പലനടയിൽ നടക്കുന്ന ഒരു കല്യാണവും ആളുമാറിപ്പോകുന്നതുമെല്ലാമാണ് ആ സിനിമയുടെ കഥ. അതിന്റെ ഒരു റെഫറൻസ് ആയിട്ടായിരിക്കാം ഈ സിനിമയിലും അതേ ജോഡികളെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായി കൊണ്ടുവന്നത്. ബേസിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് മിന്നൽ മുരളി. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ലൂസിഫർ. ഈ രണ്ട് സിനിമകളെ കുറിച്ചും ഒറ്റ ഡയലോഗിൽ തന്നെ ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. മിന്നൽ മുരളിയും ലൂസിഫറും പോലെ ഈ സിനിമയിൽ സംവിധായകൻ മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയും ഒരുപാട് പഴയ ഗാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1996 ഉള്ളത്തെ അളിത്ത എന്ന സിനിമയ്ക്ക് വേണ്ടി സിർപ്പി 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗാനമായിരുന്നു അഴകിയ ലൈല. ഈ സിനിമയുടെ ഒരു തീം പോലെ പലയിടങ്ങളിലും ആ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട്. രംഭ, കാർത്തിക് എന്നിവരായിരുന്നു ആ ഗാനരംഗത്തിൽ അഭിനയിച്ചത്. രംഭ ഇതേ ഗാനം തന്നെ കൊച്ചി രാജാവ് എന്ന സിനിമയിലും റീക്രിയേറ്റ് ചെയ്തിരുന്നു. 5 മിനിറ്റ് കൊണ്ട് സംവിധായകൻ സിർപ്പി ഈ ഗാനമുണ്ടാക്കിയത് 1995 ഹിഷാം അബ്ബാസിന്റെ അഹ്ലമ ഫീക്കി എന്ന അറബി ഗാനത്തിൽ നിന്നും കോപ്പി അടിച്ചായിരുന്നു. പി പത്മരാജൻ ചിത്രമാണ് ഞാൻ ഗന്ധർവൻ. ആ സിനിമയിലെ പ്രശസ്തമായൊരു ഗാനത്തിന്റെ റെഫറൻസ് ഈ സിനിമയിലും. മായൻകുട്ടി വി എന്ന കഥാപാത്രത്തിന്റെ ടീഷർട്ടിലാണ് ആ ഗാനത്തിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലെ കണ്ണാം തുമ്പി എന്ന ഗാനം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലാൻഡ്ലൈൻ ഫോൺ ആയിരിക്കും. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഇത് മമ്മൂക്കയുടെ വണ്ടി നമ്പർ അല്ലേ? അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. സിനിമയിലെ ഈ രംഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു രംഗമാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. മലയാളികളെ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് ഞെട്ടിച്ച ഒരു ത്രില്ലർ ഷോർട്ട് ഫിലിം ആയിരുന്നു കായൽ. ആ ഷോർട്ട് ഫിലിമിലെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിരുന്നു ഈ രംഗം. എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത്, എല്ലാവരും വരണം. നിങ്ങൾ എല്ലാവരും വരണം. സിനിമയിൽ മറ്റൊരു കഥാപാത്രം തന്റെ പേര് പറയുന്ന ഒരു രംഗമുണ്ട്.
മായൻകുട്ടി വി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മലയാള സിനിമയിലെ പ്രശസ്തമായ ഒരു ഡയലോഗാണിത്. മായാവി സിനിമയിൽ സലിം കുമാർ അവതരിപ്പിച്ച കണ്ണൻ സറാങ് എന്ന കഥാപാത്രത്തിന്റെ ഡയലോഗ്. മായൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. അത് ചുരുക്കി മായാവി എന്ന് വിളിച്ചത് ഞാൻ. ഈ സിനിമയിലെ മറ്റു റെഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.